ഹായ്, മൈ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയാണ് തയ്യാറാക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് ഇഷ്ടമാകുവാണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഒരെണ്ണം വലുതും ഒരെണ്ണം മീഡിയം സൈസിലുള്ളതുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബീട്രൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ നല്ല കളറുള്ള ബീട്രൂട്ട് തന്നെ സെലക്ട് ചെയ്യുക. നഖം വെച്ചിട്ട് അതിന്റെ തൊലി ഒന്ന് മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്താൽ മതി. കളർ കുറഞ്ഞത് വെച്ചിട്ട് നമ്മൾ ചെയ്താൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് ഫൈനൽ പ്രോഡക്റ്റിന് ടേസ്റ്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ വെള്ളത്തിന്റെ ടേസ്റ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കളറുള്ള ബീട്രൂട്ട് തന്നെ സെലക്ട് ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഇനിയിപ്പോ എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 240 ml കപ്പാണ്. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ 250 ml ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ആ സെയിം കപ്പിന് തന്നെ തൈരും എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈര് കേട്ടോ. അപ്പൊ തൈര് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുക എന്നൊക്കെയുള്ള വീഡിയോ ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക. നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പൊ അത് കാരണം നല്ല എരിവുള്ള 3 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ കടുകുമാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് കറിവേപ്പില വേണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം, എണ്ണയും വേണം, കുറച്ച് വെള്ളവും വേണം. അപ്പൊ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഇപ്പൊ ബീട്രൂട്ടിന്റെ തൊലിയെല്ലാം കളഞ്ഞു, അതുപോലെ തന്നെ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഞാൻ ഇത് എന്താ ചെയ്യണമെന്നോ കൊത്തി അരിഞ്ഞെടുക്കാൻ പോവാണ്. കൊത്തി അരിയുക എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കിയപ്പോ കാണിച്ചില്ലേ, അല്ലാന്നുണ്ടെങ്കിൽ ക്യാബേജ് തോരൻ വെച്ചപ്പോ കാണിച്ചില്ലേ, ആ രീതിയിൽ കൊത്തി അരിഞ്ഞാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത്രയും സമയം കളയാനില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. കണ്ടോ, ഇത്രയും വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. എന്നിട്ട് കുക്കറിൽ വേണമെന്നുണ്ടെങ്കിൽ വേവിച്ചെടുക്കാം. ഒരൊറ്റ വിസിൽ കേൾപ്പിച്ചാൽ മതി. കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കാം ഒരൊറ്റ വിസിലിന്. അല്ലെങ്കിൽ സാധാരണ ചീനച്ചട്ടിയിൽ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം. അതിനുശേഷം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ആ വിപ്പിംഗ് ബട്ടണിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ പക്ഷെ അങ്ങനെയല്ല ചെയ്യണേ, കൊത്തി എരിഞ്ഞിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇപ്പൊ ഞാൻ കൊത്തി എരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൊത്തി എരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ്സിൽ താഴെ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുവാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിപ്പോ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടോളൂ കേട്ടോ. എന്നിട്ട് അടച്ചു വെക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് വെന്ത് വരണം. അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ബീട്രൂട്ട് ഇവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ജീരകാണ്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 or 3 കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ തൈര്. ഞാൻ തൈര് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോ 1 ടീസ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ കടുക് നന്നായിട്ട് അരഞ്ഞു പോയി കഴിഞ്ഞാൽ കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന കടുകും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നന്നായിട്ട് അരയ്ക്കേണ്ട. അരഞ്ഞു പോയി കഴിഞ്ഞാല് ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ട് കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് വേണ്ട. അത് കാരണം ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ അരയ്ക്കാൻ നേരത്ത് ചെറിയ ഉള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ചേർക്കാറുണ്ട്. നിങ്ങളുടെ ഏരിയയിൽ അങ്ങനെ ചേർക്കാറുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് അരയ്ക്കാം കേട്ടോ. അപ്പൊ എന്റെ വീട്ടിൽ അങ്ങനെയൊന്നും ചേർത്ത് അരയ്ക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ചേർക്കാത്തത് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പൊ ഇതിൻ്റെ അകത്ത് വെള്ളം മുഴുവനും വറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ, വെന്തോ ഇല്ലേന്ന് അറിയാം. കുറച്ചും കൂടി വേകാനുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത്രേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം.
ഇനിയിപ്പോ നമുക്ക് തൈര് ഒന്ന് ഉടച്ചെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന 1 കപ്പ് തൈര് ഉണ്ടല്ലോ, ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇത് മിക്സിയിലൊന്നും ഇട്ട് അടിക്കേണ്ട കേട്ടോ. മിക്സിയിൽ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെള്ളമായി പോകും. ആ ഒരു കൺസിസ്റ്റൻസി അല്ല നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പൊ നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്നോ, ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ വെള്ളം ചേർക്കാതെ അരയ്ക്കുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഇനി കൂട്ടിന്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറണം. അതിനുശേഷം നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. അരപ്പിന്റെ പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ തൈര്. അപ്പൊ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ പിരിഞ്ഞു പോകും. കണ്ടോ, നല്ലൊരു കളർ വന്ന കണ്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇത്രയും തന്നെ മതി. എന്നുവെച്ചാൽ ഉരുളി ആയത് കാരണം നല്ല ചൂടുണ്ട്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവുണ്ട്, പുളി പാകത്തിനേ ഉള്ളൂ കേട്ടോ. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ പഞ്ചസാര എടുത്തിട്ടുള്ളൂ, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ബീട്രൂട്ടിന് അല്ലാതെ തന്നെ നല്ലൊരു മധുരമുള്ള പച്ചക്കറിയാണ്. പക്ഷെ എന്നാലും കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരല്പം പഞ്ചസാര ചേർത്തിരിക്കുന്നത്. ഇനി ഒന്ന് ഫൈനലായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കിടുവാകട്ടോ, അടിപൊളി. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. അപ്പൊ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ കടുക് വറക്കുന്നത്. സദ്യയുടെ എല്ലാ വിഭവങ്ങളും വെളിച്ചെണ്ണയിൽ തന്നെ കടുക് വറക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കുവാണ്. അപ്പൊ കടുക് പൊട്ടി തുടങ്ങി. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി. ഈ കടുക് വറുത്ത കൂട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. കളർ കണ്ടോ അതിന്റെ. ഇതേപോലെ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ബീട്രൂട്ടും അതുപോലെ തന്നെ കളറുള്ളതായിരിക്കണം കേട്ടോ. അപ്പൊ ഇപ്രാവശ്യത്തെ സദ്യക്ക് ഇതുപോലെ തന്നെ ട്രൈ ചെയ്യൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. ഇനി മറ്റൊരു സദ്യ വിഭവമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. ബൈ.